ചെന്നാൽ ഇളം താഴ്വരയുണ്ട്, സ്ഥലം ചെടികൾ അതിന്റെ ഓരത്തുണ്ട്. അതിങ്ങനെ കാറ്റടിക്കുമ്പോ ഇളകുകയാണ്. ഓളം തള്ളുന്ന അരുവികൾ അതിലൂടെ ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോഴാണ് ബൂസീർ ഇമാമിന്റെ പ്രണയം മദീനയുടെ ചുറ്റും കിടന്ന് കറങ്ങി ഞാൻ എങ്ങനെയാണ് മദീനയിലേക്ക് കടക്കുക എന്നാലോചിച്ചു പോയി. ഇത് ജിഅ്തു ത്വയ്ബത റൗമ സൗറത ഖബരിഹി ഉഗ്മീതു മദ്ഹൂഷൻ ബിഹൈബതി ഖദരി. മദീനയിലേക്ക് കടന്നപ്പോ ഞാൻ പരിഭ്രമിച്ചു പോയി. ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങളുടെ പല അഭിപ്രായങ്ങളോട് ലൈത്ത് ബിൻ സഅദ് തങ്ങൾക്ക് യോജിപ്പില്ല. അവർ തമ്മിൽ പെരുത്ത സംവാദമാണ്, എപ്പോഴും വൈജ്ഞാനിക സംഘട്ടനമാണ്. പക്ഷേ മദീനയിലേക്ക് വരുന്ന ആളുകളുടെ പക്കൽ ലൈത്ത് ബിൻ സഅദ് തങ്ങൾ ഈജിപ്തിൽ നിന്ന് സമ്മാനം കൊടുത്തു വിടും ഇമാം മാലിക് തങ്ങൾക്ക്. ഇമാം മാലിക് തങ്ങൾ മദീനയിൽ നിന്ന് സമ്മാനം കൊടുത്തു വിടും ലൈത്ത് ബിൻ സഅദ് തങ്ങൾക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇമാം മാലിക് തങ്ങളുടെ മകളുടെ കല്യാണമാണെന്നറിഞ്ഞു. ലൈത്ത് ബിൻ സഅദ് തങ്ങൾ ഒരു ലോഡ് സുഗന്ധമാണ് ഇമാം മാലിക് തങ്ങൾക്ക് കൊടുത്തു വിട്ടത്. ഈ ഒരു ലോഡ് സുഗന്ധം വന്നപ്പോൾ ഇമാം മാലിക് തങ്ങൾ ചോദിച്ചു, എന്തേ ഇത്? നിങ്ങളുടെ മകളുടെ കല്യാണമാണെന്നറിഞ്ഞ് ലൈത്ത് ബിൻ സഅദ് തങ്ങൾ കൊടുത്തു വിട്ടതാണ്. മദീന മുഴുവനും സുഗന്ധം പരത്താൻ മാത്രമുള്ള സുഗന്ധദ്രവ്യങ്ങളായിരുന്നു ഇമാം മാലിക് തങ്ങൾക്ക് കൊടുത്തുവിട്ടത്. ലൈത്ത് ബിൻ സഅദ് തങ്ങൾ മദീനയിലേക്ക് വന്നാൽ അതിർത്തിയിൽ പോയി സ്വീകരിക്കുന്ന ആളാരായിരുന്നു? ഇമാം മാലിക് തങ്ങളായിരുന്നു. അവിടുത്തെ മനോഹരമായ കാരക്ക ഇടയ്ക്കിടെ ഈജിപ്തിലേക്ക് കൊടുത്തുവിടും. അതെത്തുന്നതിന്റെ ഇടയിലും മുമ്പുമെല്ലാം അവര് തമ്മിൽ മുജ്തഹിദുകൾ എന്ന നിലക്ക് വൈജ്ഞാനിക സംവാദങ്ങൾ ഉണ്ടാകും. അതവരുടെ വ്യക്തിബന്ധത്തെ ബാധിച്ചിട്ടേ ഇല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കിടയിൽ വൈജ്ഞാനികമായ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, അത് വ്യക്തിപരമായ വിദ്വേഷമാകാൻ പാടില്ല എന്ന് പ്രായോഗികമായ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്ന രണ്ട് മഹാന്മാരാണ് അവർ. ഒരു മുസ്ലിമായ മനുഷ്യന് അവന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇസ്ലാമിൽ നിന്ന് അന്യമായ ഒരു വ്യവസ്ഥിതിയെ സ്വീകരിക്കേണ്ടതില്ല. എനിക്ക് എന്റെ വിവാഹ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ മറ്റൊരു മതത്തിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പറയേണ്ട അവസ്ഥ ഒരു മുസ്ലിമിനില്ല. എന്റെ സാമ്പത്തിക വിഷയത്തിൽ ഇസ്ലാം പറഞ്ഞ നിയമങ്ങൾ എനിക്ക് മതിയാകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇസ്ലാമേതരമായ ഒരു വ്യവസ്ഥിതിയെ കൂടി ഞാൻ സ്വീകരിക്കട്ടെ എന്ന് പറയേണ്ട അവസ്ഥ ശരിയായ ഒരു മുസ്ലിമിനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മരണപ്പെട്ടാൽ എന്റെ സമ്പത്തിന്റെ വിതരണം എങ്ങനെയായിരിക്കണം എന്നതിൽ ഇസ്ലാം പറഞ്ഞത് എനിക്ക് പരിപൂർണമായും മതിയായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇസ്ലാമേതരമോ മതേതരമോ ആയ ഒരു വ്യവസ്ഥിതിയെ ഞാൻ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ പരിപൂർണമായി ഇസ്ലാമിനെ ഉൾക്കൊള്ളാത്തയാളാണ്, ഇസ്ലാമിനെ മനസ്സിലാക്കാത്തയാളാണ്. ഇസ്ലാമിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സ്വീകരിക്കേണ്ട എല്ലാ വിഷയങ്ങളും പരിപൂർണമായി പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് അവനവന്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മതം അനുവദിക്കാതെ വരുമ്പോൾ ഞാൻ മറ്റേതെങ്കിലും സമ്പ്രദായങ്ങളെ സ്വീകരിക്കട്ടെ എന്ന് ആലോചിക്കുന്നത് മതത്തിന്റെ കുറ്റമല്ല, അയാളുടെ താല്പര്യമാണ്. എനിക്ക് ബിസിനസ് നടത്തണം, ഹലാലായ രൂപത്തിൽ ബിസിനസ് നടത്താൻ മതം അനുവദിക്കുന്നു, അതിനാവശ്യമായ വഴികൾ തുറന്നിട്ടിരിക്കുന്നു. സഹായങ്ങളും പരസ്പര സഹായങ്ങളും വായ്പകളും എല്ലാം മതം അനുവദിക്കുന്നുണ്ട്. ഇടയിൽ മതം നിഷിദ്ധമാക്കിയ പലിശ സ്വീകരിച്ചെങ്കിലേ എനിക്ക് പറ്റൂ എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് ഇസ്ലാമിന്റെ ഉള്ളിൽ ഇടമില്ല. അയാൾ ഇസ്ലാമേതരമായ ഒരു സമ്പ്രദായത്തെ അല്ലെങ്കിൽ ഇസ്ലാമിനെ അവഗണിച്ചുകൊണ്ട് അയാൾ പലിശ സ്വീകരിക്കേണ്ടി വരും. അത് ഇസ്ലാം മതിയാകാത്തത് കൊണ്ടല്ല, അയാൾക്ക് ഇസ്ലാമിൽ തൃപ്തിപ്പെടാനും ജീവിതത്തെ അതനുസരിച്ച് ചിട്ടപ്പെടുത്താനും കഴിയാതെ വരുന്നത് കൊണ്ടാണ്, അല്ലാതെ ഇസ്ലാമിന്റെ കുറവല്ല.
പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഒരാൾക്ക് വിവാഹ ജീവിതത്തിൽ ഇസ്ലാം നിർദ്ദേശിച്ച മാതൃകകളും പരിധികളും എല്ലാം ഉണ്ട്. ആ പരിധികൾക്കപ്പുറം എന്റേതായ താല്പര്യം നടക്കണമെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ഉള്ളിൽ ഇടമില്ല. അയാൾക്ക് പലതിനെയും സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഓരോരുത്തരും പരിപൂർണമായും ഇസ്ലാമിനെ അംഗീകരിച്ച് നിയമവ്യവസ്ഥിതികളിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. നമുക്കെല്ലാം അനുവദിച്ചു തന്ന, എല്ലാം ഒരുക്കി തന്ന, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം അംഗീകരിക്കുകയും അവന്റെ നിയമങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുക. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ദാസന്മാരായി മാറുക. ഈ രീതിയിലേക്ക് വരണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മനുഷ്യന് തന്ന മാർഗരേഖയാണ് പരിശുദ്ധമായ ശരീഅത്ത്. അതാരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റാനുള്ളതല്ല. ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുമ്പോൾ മതപണ്ഡിതന്മാർ വരുത്തിവെച്ച വിനകളാണ്, പുരോഹിതന്മാരുണ്ടാക്കിയ രീതികളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മതത്തെ അഭിമുഖീകരിക്കാൻ നാമധാരികളായ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമിലെ ഒരു കാര്യവും ഒരു പാതിരിയും ഉണ്ടാക്കിയതല്ല. പൗരോഹിത്യം ഇസ്ലാമിൽ ഇല്ല തന്നെ. ഒരു പണ്ഡിതനും സ്വയമായി മതത്തിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുകൾ, അവരിൽ ഒരാളും സ്വയമായി ഒരു സമ്പ്രദായം മതത്തിൽ കൊണ്ടുവന്നവരല്ല. മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ മുഴുവനും അവരെന്തെല്ലാം ഇവിടെ ഈ ലോകത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും ഇസ്ലാമിക പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. അല്ലാതെ അതിനെ പുറത്തുനിന്ന് ഒരു വാക്കും അവർ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിലെ പ്രമാണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, പരിശുദ്ധമായ കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ പവിത്രമായ ഗ്രന്ഥമാണ്. രണ്ടാമതായി സുന്നത്തു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളാണ്. അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും സമ്മതങ്ങളുമാണ്. മൂന്നാമതായി ഇജ്മാഉ ഹാദിഹിൽ ഉമ്മ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഈ സമുദായത്തിന്റെ ഇജ്മാഅാണ്. ആ ഇജ്മാഅ് തെളിവാണ്, അല്ലെങ്കിൽ ഏകോപനം തെളിവാണ് എന്നതിന്റെ അടിസ്ഥാനം പരിശുദ്ധമായ ഖുർആനാണ്. അതുപോലെ ഖുർആൻ പ്രമാണമാണ് എന്നതിൻ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള പരിശുദ്ധമായ മുസ്ഹഫ് അത് ഖുർആനാണ് എന്നതിന്റെ തെളിവ് ഇജ്മാഅാണ്. അതിന് തത്വത്തിൽ ഒന്നാം സ്ഥാനമുണ്ട്, മൂല്യത്തിൽ മൂന്നാം സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള പ്രമാണമാണ് പരിശുദ്ധമായ ഇജ്മാഅ്. ലോക വിശ്വാസികളുടെയും പണ്ഡിതന്മാരുടെയും ഏകോപനം. ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുകൾ ഈ ലോകത്തോട് സംസാരിക്കുകയും മതനിയമങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്തത്. സോഷ്യൽ മീഡിയയിലൂടെ ചില ആളുകൾ പറയുന്നത് എന്താണ്? ഇവിടെയുള്ള ശരീഅത്തിന്റെ നിയമങ്ങളായി രേഖപ്പെട്ടതൊന്നും ഖുർആനിന്റേതല്ല, ഹദീസിന്റേതല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതോ ഖുർആൻ അറിയിച്ചതോ അല്ല. ഒരു ഭാഗത്ത് ശാഫിഈ പറഞ്ഞതാണ്. അവർ പറഞ്ഞ ശാഫിഈ ആരാണ്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. അവർ പറയുന്നു, വേറെ ഒരു ഭാഗത്ത് പറയുന്നത് ഹനഫി പറഞ്ഞതാണ്. ആരാണ് ഹനഫി എന്ന് പറഞ്ഞാൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ മഹാന്മാരായ ഇമാമുകളുടെ പേരുകൾ കേവലം നിസ്സാരമായ ഒരു പ്രയോഗിക്കുമ്പോൾ ആരാണ് മഹാന്മാരായ ഇമാമുകൾ എന്ന് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിന്റെ പരിശുദ്ധിയും വിജ്ഞാനത്തിന്റെ ആഴവും നോക്കിയാൽ മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ സഹൽ ഹദീസു ഫദാക മദ്ഹബി. ഞാൻ ഈ ലോകത്ത് സ്വന്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സ്വന്തമായി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഏതെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞോ അത് മുഴുവനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങൾ. സ്വന്തമായി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മഅനാ ഖൗലുൽ മുത്തലിബി
بأن إذا صح الحديث فذاك مذهبي. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇദാ സഹൽ ഹദീസ് ഫദാക മദ്ഹബി, സഹീഹായ ഹദീസാണ് എന്റെ മദ്ഹബ് എന്ന് പറയാനുള്ള ന്യായം എന്താണ്, കാരണം എന്താണ്? ഈ വിഷയം വിശദീകരിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ സ്വതന്ത്രമായി രചനകൾ എഴുതുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ ഇസ്ലാമിക നിയമങ്ങളും മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞത് എന്തെല്ലാമുണ്ടോ അതെല്ലാം പരിശുദ്ധമായ ഖുർആനിലുള്ളതാണ്, വിശുദ്ധമായ ഹദീസിലൂടെ വ്യാഖ്യാനം ലഭിച്ചതാണ്. ആ ഹദീസുകളുടെയും ആയത്തുകളുടെയും ഏതെല്ലാം ശ്രവിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മഹജ്ജത്തുൽ ബൈളാ, തമസ്സിൽ തപ്പിത്തടഞ്ഞിരുന്ന മനുഷ്യ ജനതയുടെ മുമ്പിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ പ്രസ്പഷ്ടമായ ഒരു ഇസ്ലാമിനെ അവതരിപ്പിച്ചു തന്നു. ഏതു കാലത്തും ഏതു പ്രതിസന്ധിയിലും കടന്നു പോകാനുള്ള വ്യവസ്ഥിതികളും നിയമങ്ങളും ക്രോഡീകരിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഈ ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വിശ്വാസികളായ ആളുകൾ ഞങ്ങൾക്ക് മതം കൊണ്ട് ഞങ്ങൾ തൃപ്തരാണ് എന്ന അവസ്ഥയിലേക്ക് വരണം. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ ദാഖ തുഅമൽ ഈമാൻ, ആരാണ് ഈമാനിന്റെ രുചി അറിഞ്ഞവർ ആരാണ്? ഖദ് ദാഖ തുഅമൽ ഈമാൻ, ഈമാനിന്റെ മധുരം അറിഞ്ഞവരാരാണ്? മൻ റളിയ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട ആളുകളാണ്. നമുക്ക് അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടാൻ കഴിയണം. താജുശ്ശരീഅ അവരുടെ സംഭാഷണത്തിൽ മുഴുവനും അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിയല്ലാതെ പ്രയോഗിക്കാറില്ല. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ മഹത്വം വാഴ്ത്തിയിട്ടല്ലാതെ പറയുകയില്ല. വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഒരാൾ അല്ലാഹുവിന്റെ ശിആറുകളെ ആദരിച്ചാൽ അത് ഖൽബിലുള്ള തഖ്വയുടെ അടയാളമാണ്. എപ്പോഴെല്ലാം അല്ലാഹുവിനെ പറയുന്നു അപ്പോഴെല്ലാം തആല സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മഹത്വം വാഴ്ത്തി പറയുന്ന ഒരാളുടെ ഉള്ളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള അളമത്ത് നിലനിൽക്കുകയാണ്. അതിന്റെ ഒരു ജീവൽ ഉദാഹരണമായിരുന്നു മഹാനരായ ഉസ്താദ് അവറുകൾ. അതുകൊണ്ട് ഈ വേദിയിൽ നിന്ന് എന്നോടും നിങ്ങളോടും പറയട്ടെ, ഈമാനിന്റെ രുചി അറിഞ്ഞവരാരാണ്? ഖദ് ദാഖ തുഅമൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവരാണ്. അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവരെന്ന് പറഞ്ഞാൽ എല്ലാ നിലയിലും അല്ലാഹുവിലേക്ക് വിലയം പ്രാപിക്കുന്നവരാണ്. നമ്മുടെ നിസ്കാരം ഒരിക്കലും അല്ലാഹുവിന്റെ പ്രീതിയല്ലാതെ വേറെ ഒരു താല്പര്യത്തിലേക്കും വരാൻ പാടില്ല. നമ്മൾ നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്യുന്നത് എന്താണ്? ഉസല്ലി ലില്ലാഹി തആല, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നിസ്കരിക്കുന്ന ആൾ നിസ്കരിക്കുന്നത് അടിസ്ഥാന ലക്ഷ്യം അയാൾക്ക് സ്വർഗമല്ല, അടിസ്ഥാന ലക്ഷ്യം അയാൾക്ക് അല്ലാഹുവാണ്. അടിസ്ഥാന ലക്ഷ്യം അല്ലാഹു ആവണം. പരിശുദ്ധമായ നിസ്കാരം നിർവഹിക്കുമ്പോൾ ആ നിസ്കാരത്തിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് എനിക്ക് സ്വർഗം കിട്ടാനാണ് എന്ന് പറഞ്ഞാൽ ഓകാരം കുറവാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ അത് നിങ്ങളുടേതായ ഒരു താല്പര്യം നേടാൻ വേണ്ടിയാണ്, നിങ്ങൾക്കൊരു സുഖവാസ കേന്ദ്രം കിട്ടാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് ക്ഷേമകരമായ ഒരു ജീവിതം ലഭിക്കാൻ വേണ്ടിയാണ്.
അതേ സമയത്ത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. എന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തമാണ്. ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ വന്നു. എത്ര അലങ്കാരമുള്ള വീടായാലും വീട്ടുകാരനെ കണ്ടില്ലെങ്കിൽ വീടുകൊണ്ട് മാത്രം മതിയാകുന്നില്ല. അതുപോലെ നിസ്കാരത്തിലൂടെ നേടിയെടുക്കേണ്ടത് ലോകാധിപനായ അള്ളാഹുവിന്റെ പ്രീതിയാണ്. അവന്റെ പൊരുത്തത്തിന് വേണ്ടി നിസ്കരിക്കുന്നു. സ്വർഗം വേണമെന്ന് മുത്തഖീങ്ങളായ ആളുകൾ ദുആ ചെയ്യുന്നത് ഞങ്ങൾക്കൊരു സുഖവാസ കേന്ദ്രം കിട്ടണം എന്ന നിലക്കല്ല. പിന്നെ എന്താണ്? ആ സ്വർഗത്തിൽ ചെന്നാലേ ഞങ്ങളുടെ എല്ലാമായ റബ്ബിനെ കാണാൻ കഴിയുകയുള്ളൂ. റബ്ബിനെ കാണാൻ വേണ്ടി സ്വർഗത്തെ കൊതിക്കുന്നവരാണ്. അല്ലാതെ സ്വർഗം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നവരല്ല അവർ. അള്ളാഹുവിനെ കാണാൻ വേണ്ടി സ്വർഗത്തെ ആഗ്രഹിച്ചവരാണ്. അല്ലാതെ സ്വർഗം തരാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നവർ മാത്രമല്ല. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്തായി മാറണം? അല്ലാഹു റബ്ബുൽ ആലമീൻ, സർവരക്ഷിതാവായ അള്ളാഹുവിന്റെ പൊരുത്തം വേണം. ആ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം. താജുശ്ശരിയയുടെ സംഭാഷണങ്ങളുടെ മുഴുവനും ആഴം അവിടെയായിരുന്നു. അള്ളാഹുവിനെ പറയുമ്പോഴും അള്ളാഹുവിന്റെ മഹത്വം പറയുമ്പോഴും അവന്റെ കാരുണ്യം പറയുമ്പോഴും അവര് ഉള്ളുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞു പോയവരാണ്. ഈമാനിന്റെ രുചി അവർ അറിഞ്ഞുപോയി. അറിഞ്ഞപ്പോൾ അവര് സൗകര്യങ്ങളെയല്ല ആലോചിക്കുന്നത്, അവരാലോചിക്കുന്നത് അല്ലാഹ്. അതുകൊണ്ടാണ് ഖദ് ദാഖ തുഅമൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബാ. നിങ്ങൾ ആലോചിച്ചു നോക്കണേ. എന്റെ റബ്ബ് പറഞ്ഞു, ഞാൻ മരിച്ചുപോയാൽ എനിക്ക് പെൺമക്കളെ ഉള്ളൂ എങ്കിൽ അതിൽ നിന്ന് ഒരു വിഹിതം, എന്റെ സ്വത്തിൽ നിന്നൊരു വിഹിതം എന്റെ സഹോദരങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞത് അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ നിയമമാണ്. ആ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവനെ തോൽപ്പിക്കാനുള്ള കുതന്ത്രം വരില്ല. ആ അള്ളാഹുവിനെ ഉൾക്കൊണ്ടവർക്ക് പടച്ചവന്റെ ആ നിയമം മതിയാവില്ല എന്ന അഭിപ്രായമില്ല. നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പല ആളുകളുമുണ്ടത്രേ, പെൺമക്കളാണെങ്കിൽ പെൺമക്കൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തിൽ നിന്നൊരു വിഹിതം എന്റെ സഹോദരങ്ങൾക്ക് പോകുമല്ലോ. ആരാണ് ഈ സ്വത്ത് നൽകിയത്? ഈ സ്വത്ത് നൽകിയവൻ അല്ലാഹുവാണ്. ഈ സ്വത്തിന്റെ പരമാധികാരി ആരാണ്? വേറെ ആരുമല്ല. ഞാൻ ജനിക്കുമ്പോൾ എന്റെ പക്കൽ ഒരു സ്വത്തും ഉണ്ടായിരുന്നില്ല. ഞാൻ മരിച്ചു പോകുമ്പോൾ ഒരു സ്വത്തും കൊണ്ടുപോയില്ല. ഇടക്കാലത്ത് എനിക്ക് ഉപയോഗിക്കാൻ മറ്റുള്ളവരിൽ നിന്ന് ഏറിയോ കുറഞ്ഞോ സ്വത്ത് തന്നവൻ ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. അവൻ നിശ്ചയിച്ച വിഹിതമാണ് എനിക്ക് സ്വത്ത് കിട്ടിയത്, അല്ലാതെ ഞാൻ നിശ്ചയിച്ച വിഹിതമല്ല എനിക്ക് കിട്ടിയത്. ഈ ചിന്തകൾ അന്യമാകുമ്പോഴാണ് താല്പര്യങ്ങളിലേക്ക് വരിക. ആത്മീയമായ ഭാഷയിൽ ആധുനിക വിഷയങ്ങളെ വിലയിരുത്താൻ നമുക്ക് കഴിയണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ വരുമ്പോഴും അവിടുന്ന് തിരിഞ്ഞു നോക്കണില്ല. അതാണ് ആദ്യത്തെ മുസ്ലിം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നത്. അന അവ്വലുൽ മുസ്ലിമീൻ, ആദ്യത്തെ മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ റോഡിൽ നിൽക്കുന്ന ആളുകൾ സദസ്സിലുള്ള ഇരിപ്പിടങ്ങളിലേക്ക് കയറിയിരുന്നാല് ഗതാഗതത്തിന് സൗകര്യമാണ്. മജ്ലിസിൽ ഇരുന്നതിന്റെ ഒരു ബർക്കത്ത് നമുക്കെല്ലാം കിട്ടും. നമ്മൾ ഉസ്താദ് അവറുകളുടെ സന്നിധിയിൽ അല്പനേരം ഇരിക്കാനും ഇവിടെ നല്ല മദ്ഹും ഹുദയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
മഹത്വങ്ങളൊക്കെ ചൊല്ലി മുഹിബ്ബീങ്ങള് ആനന്ദം കൊള്ളാനുള്ള മജ്ലിസാണ്. അതുകൊണ്ട് റോഡിലുള്ളവരൊക്കെ ഒന്ന് അകത്തേക്ക് കയറിയിരുന്നാല് വലിയ സൗകര്യമാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മൾക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരു മജ്ലിസിൽ ഇരുന്നാൽ ലാ യഷ്ഖാ ജലീസുഹും, അവിടെ ഇരിക്കുന്നവർക്ക് പരാജയമില്ല. ആ സദസ്സിനെയും ദിക്റിനെയും സ്നേഹിച്ചുകൊണ്ട് ആലിമീങ്ങളെ ഔലിയാക്കളെ ബഹുമാനിച്ചുകൊണ്ട് ഒരു സദസ്സിൽ വന്നിരുന്നാൽ അതിന് അല്ലാഹു തആല പ്രതിഫലം നൽകും. അതുകൊണ്ട് ആ പ്രതിഫലം പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എനിക്ക് വിഹിതം നിശ്ചയിച്ചു തന്നത്. ഞാൻ എപ്പോൾ ജനിക്കണം, എപ്പോൾ മരിക്കണം, എനിക്ക് എത്ര സ്വത്തുണ്ടാകണം എന്ന് തീരുമാനിച്ചവൻ ആരാണ്? അല്ലാഹുവാണ്. എന്നെപ്പോലെ ഞാൻ പോയ ദിവസം അതേ ഫ്ലൈറ്റിൽ അതേ ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടുമായി ഗൾഫിലേക്ക് പോയവരുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ പാപ്പരായി മടങ്ങിയപ്പോൾ എനിക്ക് അല്ലാഹു തആല കോടികൾ ആസ്തി തന്നു. ചിലപ്പോൾ പരകോടികൾ ആസ്തി തന്നു, ചിലപ്പോൾ ആയിരക്കണക്കിന് കോടികളുടെ ആസ്തി അല്ലാഹു തആല നൽകി. അപ്പൊ എന്റെ മനസ്സിൽ ഒരാലോചനയാണ്, ഞാൻ ലോകത്തെ വലിയ മുതലാളിയാണ്, ഞാൻ ലോകത്തെ വലിയ സമ്പന്നനാണ്, എനിക്ക് ആൺമക്കളില്ല, പെൺമക്കളെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്റെ പെൺമക്കൾക്ക് തന്നെ ഈ സ്വത്ത് കിട്ടണം. അതുകൊണ്ട് ഞാൻ എഴുതി വെക്കട്ടെ, അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം എന്റെ വിവാഹം രജിസ്റ്റർ ചെയ്താൽ എന്റെ ആസ്തി മുഴുവനും എന്റെ കുടുംബത്തിൽ നിൽക്കും. ആരെയാണ് നമ്മൾ ഇതിലൂടെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ആരുടെ നിയമത്തെയാണ് നമ്മൾ മറികടക്കാൻ ഉദ്ദേശിച്ചത്? വേറെ ആരുടെയും നിയമമല്ല. എന്നെയും എന്റെ മക്കളെയും എന്റെ സഹോദരങ്ങളെയും എന്റെ സമ്പത്തിനെയും പടച്ച അല്ലാഹുവിന്റെ നിയമത്തെയാണ് മറികടക്കാൻ ആലോചിക്കുന്നത് എന്ന ഒരു പ്രാഥമിക ബോധം പ്രിയമുള്ളവരെ മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിൽ വേണം. മൻ റളിയ ബില്ലാഹി റബ്ബാ. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്ന സമയങ്ങൾ വേണം, അല്ലാഹുവിനെ പറയുന്ന നിമിഷങ്ങൾ വേണം. എല്ലാത്തിലും ഉപരിയായി അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ മക്കളോടൊപ്പം എപ്പോഴെങ്കിലും അല്ലാഹുവിനെ സ്നേഹിക്കുന്ന പ്രമേയം നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ പരസ്പരമുള്ള സ്നേഹങ്ങൾ പറയും. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തും നമ്മൾ പറഞ്ഞെന്നിരിക്കും. എന്നാൽ എല്ലാം നമുക്ക് ഒരുക്കി തന്ന, നമ്മെ മുഴുവനും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സർവാധികാരിയായ അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുക. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാറുണ്ടോ? അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചാൽ അല്ലാഹു തആല അതിരില്ലാത്ത പദവികൾ നമുക്ക് നൽകും. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ വിലാസം എന്താണ്? ആശിഖേ ഇലാഹി ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ ഇഷ്ടം വെച്ച് ആ മഹബ്ബത്തിൽ മരിച്ചുപോയ മഹാനാണ് അജ്മീരി റളിയല്ലാഹു അൻഹു. അവരുടെ പ്രമേയം അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുക എന്നതാണ്, അല്ലാഹുവിനെ ഇഷ്ടം വെക്കുക എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഖൽബിലും വരണം മഹബ്ബത്തുല്ലാഹ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയോടും മക്കളോടും ഒപ്പം ഇരുന്നു കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് പറയണം, അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കണം, അവനെ ഇഷ്ടം വെച്ചുകൊണ്ട് അവനിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. അല്ലാഹുവിനെ ഇഷ്ടം വെക്കുക എന്ന് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പ്രമേയമാകണം. അങ്ങനെ അല്ലാഹുവിനെ ഇഷ്ടം വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? മറ്റൊന്നുമല്ല, നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതാ മഹാനരായ താജുശ്ശരീഅ സ്വർഗത്തിലെ സൂറത്തുർ റഹ്മാനെ കുറിച്ച് ആവർത്തിച്ച് പ്രസംഗിച്ചത് നമ്മൾ കേൾക്കുന്നില്ലേ? അതേ സൂറത്തുർ റഹ്മാനിന്റെ പാരായണത്തിന്റെ ബഹുമാനം പറഞ്ഞത് കേട്ടില്ലേ?
എന്തിനാണ് അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞത്? അവരുടെ കൽബ് അല്ലാഹുവിലേക്ക് മഹബ്ബത്ത് വന്നപ്പോഴാണ് അവർക്ക് പരലോകത്തെ സൂറത്തുർ റഹ്മാൻ ഓർമ്മ വന്നത്. വേറെ ഒന്നുമല്ല. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരാൾ സ്വർഗത്തിലേക്ക് കടന്നാൽ ഈ ലോകം മുഴുവനും മറന്നുപോയി. ഒരാൾ സ്വർഗത്തിലേക്ക് കടന്നാൽ ഈ ലോകം മുഴുവനും മറന്നുപോയി. അതിനിടയിലൂടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് സ്വാലിഹ് സഅദി ഉസ്താദ് അവറുകൾ, കേരളത്തിൽ അറിയപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഒരാളായ ഉസ്താദ് അവറുകൾ എഴുതിയ മഹത്തായ റമളാൻ 237 എന്ന ഒരു പുസ്തകം നിങ്ങളുടെയൊക്കെ കൈകളിൽ ലഭിക്കും. സന്ദർഭോചിതമായി നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള നിരവധി മസ്അലകൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അത് വാങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നൽകുന്ന സ്വർഗത്തിലേക്ക് ഒരാൾ കടന്നാൽ ഈ ലോകത്തെ എല്ലാ അനുഗ്രഹങ്ങളും മറന്നുപോയി. സ്വർഗമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആരെങ്കിലും സങ്കല്പിക്കും പോലെയുള്ള സൗകര്യങ്ങളല്ല. ചില ആളുകൾ പറയും സ്വർഗത്തെക്കുറിച്ച് സങ്കല്പിക്കുമ്പോൾ ഇവിടെയുള്ള ചില സൗകര്യങ്ങളെ മനസ്സിലാക്കി പോകും. അങ്ങനെയല്ല. സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അദ്നാ മൻസിലത്തിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി ഏതാണ്? ദുനിയാവിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളുടെയും ഇരട്ടിയാണ് സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ആൾക്ക് ലഭിക്കാനുള്ളത്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഒരാൾ നരകത്തിൽ നിന്ന് ശിക്ഷകൾ അനുഭവിച്ച് അവസാനം സ്വർഗത്തിലേക്ക് വരും. കാരണം തെറ്റുകളുടെ കാരണമായി നരകശിക്ഷ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടാകും. ഈമാൻ ഖൽബിലുണ്ട്, പക്ഷേ തെറ്റുകളുടെ കാരണമായി നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവർ അല്ലാഹു തആല നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം സ്വർഗത്തിൽ നിന്ന് ഒരു കടുകിട ഈമാനെങ്കിലുമുള്ള ആളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. ആ വിധത്തിൽ ലാസ്റ്റ് മെമ്പറായി നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്നയാൾ നാലുകാലിൽ ഇഴഞ്ഞോ പിൻഭാഗത്തേക്ക് വലിഞ്ഞിഴഞ്ഞുകൊണ്ട് അയാൾ സ്വർഗത്തിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ ആഹ്വാനം വന്നു, നീ സ്വർഗത്തിലേക്ക് കടന്നോ. അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അയാൾ നോക്കിയപ്പോ സ്വർഗം മുഴുവനും ആളാണ്. എവിടെയും ഒരിടവും ഒഴിവ് കാണുന്നില്ല. ഉടനെ അയാൾ ചോദിക്കുമത്രേ, അതസ്തഹ്സഉ ബി യാ റബ്ബ്, അല്ലാഹുവേ നീ എന്നെ കളിയാക്കുകയാണോ? സ്വർഗം മുഴുവനും ഫുള്ളാണല്ലോ. അപ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പാണ്, നിനക്ക് ദുനിയാവിലെ അനുഭവ സൗകര്യങ്ങളുടെയും ഇരട്ടിയാണ് സ്വർഗത്തിലേക്ക് അവസാനം വരുന്നയാൾക്ക് നൽകുന്നത്. അങ്ങനത്തെ മഹത്തായ സ്വർഗമുണ്ടല്ലോ, അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും എന്നെല്ലാം മവാഹിബുൽ ജലിയിൽ വളരെ മനോഹരമായി തഴവ ഉസ്താദ് നമുക്ക് ചൊല്ലിപ്പഠിപ്പിച്ച മഹത്തായ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് ഒരാൾ കടന്നാൽ ഈ ദുനിയാവ് മുഴുവനും മറന്നുപോയി.